നാരങ്ങ നീര് ഷാമ്പൂവിലേക്ക് ഒഴിച്ചാൽ കാൽപാദം ഇനി കുഞ്ഞുങ്ങളുടേത് പോലെ ആകും. മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് നമുക്കത് കുറച്ച് ഷാമ്പു ആണ്. ഈ ഒരു ഷാമ്പു എടുത്തിട്ട് ഈ ഒരു വട ഷാമ്പു ആണ് ഇത് മുഴുവനായിട്ട് ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എന്തേ ഏകദേശം ഒരു സ്പൂണുള്ള അളവിൽ പഞ്ചസാരം ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാരങ്ങയാണ് ഇതിനകത്ത് മെയിൻ ഘടകം. നാരങ്ങ നമുക്കൊരു അരമുറിയാണ് വേണ്ടുന്നത്. അപ്പോൾ ഞാനൊരു മുറി നാരങ്ങയുടെ മുഴുവനായിട്ടുള്ള ഒരു നീര് നമ്മുടെ ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമുക്ക് ഈ ഒരു നാരങ്ങത്തൊണ്ടുണ്ടല്ലോ, ഈ ഒരു നാരങ്ങത്തൊണ്ട് കളയാതിരിക്കുക. ആദ്യം തന്നെ ഫസ്റ്റ് നമ്മളൊരു കാല് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഇതുപോലെ വൃത്തിയെടുക്കുക, കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ജെല്ലി ഉണ്ടല്ലോ കുറച്ച് നാരങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് ഡയറക്റ്റ് നമ്മുടെ കാലിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ വളരെ അതായത് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ നൈസായിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ പറയുന്നതിൻ്റെ തൊട്ട് നമുക്ക് ഈ ഒരു വിള്ളലുള്ള ഭാഗത്തോ അല്ലെങ്കിൽ അതല്ല നമുക്ക് എന്തെങ്കിലും ഹാർഡായിട്ടിരിക്കുന്ന ഭാഗത്തോ ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരാഴ്ച നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം, നമ്മുടെ ഒരു ഹാർഡൻസോ അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ തൊട്ട് വിണ്ട് കയറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ ചേഞ്ച് മനസ്സിലാവും.